ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നിൽക്കുവാണ്. ഇന്നാണ് ഇനാമിയുടെ മഞ്ഞ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്ന ഡേറ്റ്. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. കാരണം ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്തിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. സൂചി കുത്തുന്ന ആലോചിക്കുമ്പം മനസ്സിന് എന്തോ ഒരു ഇടങ്ങാറ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ഒരു ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തായാലും ടെസ്റ്റ് ചെയ്തെല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചേർത്തലയിലായിരുന്നു കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതേ ഡോക്ടറെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ലാബിൽ ബ്ലഡ് കൊടുക്കാൻ പോകുവാണ് കേട്ടോ. 4ാമത്തെ ഫ്ലോറിലാണ് ബ്ലഡ് കൊടുക്കാൻ നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കടമ്പ കഴിഞ്ഞു. എന്തോ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അവിടെ റൂമിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവളെ ഫീഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഇരുന്നിട്ട് അവളെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ കയറി. എന്തോ ഇന്നത്തെ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. റിസൾട്ട് ഒക്കെ കിട്ടി ഡോക്ടറെ കണ്ടിറങ്ങി. നമ്മൾ പ്രതീക്ഷിച്ചാലും അവൾക്ക് കൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് നാളെ ഈ ടൈമിൽ നമുക്ക് ഡിസ്ചാർജ് ആവാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അഡ്മിറ്റ് ആവാൻ തന്നെ തീരുമാനിച്ചു. നമുക്ക് റൂം സെറ്റ് ആവുന്ന വരെ കുഞ്ഞിനെ NICUവിൽ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്തത് ഇന്നാണ് കേട്ടോ കിട്ടിയത്. ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് നമുക്ക് റൂം സെറ്റ് ആയത്. അതും നമുക്ക് റൂമായിട്ട് കിട്ടിയില്ല, വാർഡാണ്. പിന്നെ നാളെ ഒരു ദിവസത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ അധികം വെയിറ്റ് ചെയ്തില്ല. വാർഡിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റൂം സെറ്റായി കഴിഞ്ഞിട്ടാണ് ഇനാമീനെ NICUന്ന് മാറ്റിയിട്ട് നമ്മുടെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. NICയിലായിരുന്നപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ റൂം സെറ്റായി കഴിഞ്ഞ് നമ്മുടെ ഒപ്പം റൂമിലോട്ട് അവളെ മാറ്റിയപ്പോഴാണ് പകുതി ആശ്വാസമായത്.